ഹായ്. PSCയിൽ നമുക്കറിയാം ഈ അടുത്ത കാലത്തായിട്ട് എക്കണോമിക്സ് എന്നുള്ള ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻസ് 5 മാർക്കിന് നമുക്ക് പ്രിലിംസിന് ചോദിക്കും. അതേപോലെ തന്നെ മെയിൻസിലേക്ക് വരുമ്പോൾ 5 അതിൽ കൂടുതലോ ചോദ്യങ്ങൾ നമ്മൾ എന്തിൽ കണ്ടിട്ടുണ്ടാവും, എക്കണോമിക്സിന്റെ സൈഡിൽ നിന്നുള്ള ചോദ്യങ്ങളായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ 5 മാർക്കിന്റെ ഒരു സിലബസിൽ നമ്മൾ എന്തൊക്കെ ഫോക്കസ് ചെയ്ത് പഠിക്കണം, ഏതൊക്കെ ഭാഗങ്ങൾ നമ്മൾ കൂടുതൽ ഊന്നൽ കൊടുക്കണം എന്ന കാര്യങ്ങളും, അതേപോലെ നമ്മളെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ വന്നിട്ടുള്ള PYQs, പ്രത്യേകിച്ച് ഡിഗ്രി പ്രിലിമിനറി എക്സാമിനേഷൻസിന്റെ സമയത്തൊക്കെ വന്നിട്ടുള്ള ചോദ്യങ്ങളിൽ നമുക്ക് ഏതൊക്കെ ഏരിയയാണ് നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടത്, അതുമായിട്ട് ബന്ധപ്പെട്ട വളരെ ക്രിസ്പ് ആയിട്ടുള്ള ഒരു സെഷനാണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും എന്താക്കുക, കറക്റ്റ് നമ്മൾ ഇതിൽ ഫോക്കസ് ചെയ്യാൻ ഞാൻ പറയും. കൃത്യമായിട്ട് നമ്മൾ ഏതൊക്കെ ഏരിയ ഫോക്കസ് ചെയ്യണം, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ, ചോദ്യങ്ങൾ വന്നത് ഏറ്റവും കൂടുതൽ ഏത് ഭാഗത്തു നിന്നാണുള്ളത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ എക്കണോമിക്സിനെ അപ്രോച്ച് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ നമ്മൾ ഈ ഒരു സെഷനിൽ കിടക്കുകയാണ്. ആദ്യം നമ്മൾ എക്കണോമിക്സിലെ നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണിത്, നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. ദേശീയ വരുമാനമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സിലബസിൽ കൊടുത്തുള്ള വെറും നാഷണൽ ഇൻകം, അതുപോലെ പെർ ക്യാപിറ്റ ഇൻകം, ഇങ്ങനെയുള്ള 2 വാക്കുകൾ മാത്രമേ കൊടുത്തുള്ളൂ. അതാണ് ഞാൻ ഇതിൽ കാണിച്ചുള്ളത്. ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് നാഷണൽ ഇൻകം ടു പെർ ക്യാപിറ്റ ഇൻകം, അതായത് നാഷണൽ ഇൻകം മുതൽ പെർ ക്യാപിറ്റ ഇൻകം വരെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ, വെറും ഒരു ദേശീയ വരുമാനത്തെക്കുറിച്ച് മാത്രമാണോ ചോദിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ മറ്റേതൊക്കെ മേഖലയിൽ ചോദ്യങ്ങൾ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഡെപ്ത് എടുക്കുകയാണെങ്കിൽ എത്രത്തോളം ഡെപ്തിലേക്ക് നമ്മുടെ ഒരു PSC ചോദ്യങ്ങളിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് മുന്നിൽ. അപ്പോൾ ഞാൻ നാഷണൽ ഇൻകത്തെ ഒന്ന് സബ് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്കറിയാം, ദേശീയ വരുമാനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിനൊരു ഡെഫിനിഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു ഡെഫിനിഷൻ മാത്രമാണോ, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്ഥിരമായിട്ട് PSCയിൽ എക്കണോമിക്സിൻ്റെ ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന ഒരു ഭാഗമാണ് എന്താ, ഈ പറയുന്ന നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഏതൊക്കെ ഭാഗങ്ങളാണ് ഈ നാഷണൽ ഇൻകത്തിൽ ചോദ്യങ്ങളായിട്ട് വരാറുള്ളത്, നമുക്ക് 10th ലെവൽ മുതൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിഗ്രി ലെവൽ വരെ നോക്കുമ്പോൾ ഏതൊക്കെ ഭാഗങ്ങൾക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട് നമുക്ക് ഇതിന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, എക്കണോമിക്സിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് അറിയാം. കാരണം വെറും ഒരു സ്റ്റാറ്റിക് ഏരിയ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് അല്ല. കറണ്ട് ആയിട്ടുള്ള, നമുക്കറിയാം സിലബസ് തന്നെ നമുക്ക് കൊടുത്തിട്ടുണ്ട് കറണ്ട് ഈവൻസ് അല്ലേ. കറണ്ട് ഈവൻസ് എന്നുള്ളൊരു ഭാഗം പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നടക്കുന്ന സമകാലീന കാര്യങ്ങളും കൂടി എന്തായാലും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് എക്കണോമിക്സിന്റെ കാര്യത്തിൽ. എക്കണോമിക്സ് എന്നല്ല, ഒട്ടുമിക്ക വിഷയങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതിന് എക്കണോമിക്സിൽ പ്രത്യേകിച്ച് നമ്മൾ അതിലേക്ക് ഒരു ഊന്നൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ദേശീയ വരുമാനം എന്നുള്ള ഒറ്റ ഭാഗം എടുക്കുകയാണ്. ആ ഒരൊറ്റ ഭാഗത്തു നിന്ന് നമുക്ക് എത്രത്തോളം സബ് ഡിവിഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് നിങ്ങളുടെ മുന്നിൽ. ഇവിടെ നാഷണൽ ഇൻകം എന്നുള്ളൊരു ഭാഗം. ഈ നാഷണൽ ഇൻകം എന്നുള്ളത് നമ്മൾ ആദ്യം നാഷണൽ ഇൻകം എന്ന് പറയുമ്പോൾ നാഷണൽ ഇൻകം എന്താണെന്നുള്ള ബേസിക്കലി നമുക്ക് അറിഞ്ഞിരിക്കണം. കാരണം ഒരു നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ, കാരണം ഒരു രാജ്യം, ആ രാജ്യത്തിന്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടെടുക്കുന്ന ഒരു ഭാഗമാണ് എന്താ, ദേശീയ വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ നാഷണൽ ഇൻകം എന്നുള്ളതിൽ അതിന്റെ ഡെഫിനിഷൻ നമ്മൾ അറിഞ്ഞു, എന്താണ് നാഷണൽ ഇൻകം എന്നുള്ള കാര്യം നമുക്ക് ബേസിക്കലി അറിഞ്ഞിരിക്കണം. എന്തൊക്കെ കോണ്ടന്റുകൾ അതിൽ പറയുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൽ നമ്മൾ രാജ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അവിടുത്തെ മൊത്തം ഗുഡ്സും സർവീസിന്റെ വാല്യൂ, സാധന സേവനങ്ങളുടെ മൊത്തം മൂല്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ഒരു പെർട്ടിക്കുലർ സമയം, കാലാവധി അല്ലെങ്കിൽ ഒരു പീരീഡിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള പല കാര്യം, ആ ഗുഡ്സ് തന്നെ എടുക്കുമ്പോൾ അത് ഫൈനൽ ഗുഡായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അതേ ഡെഫിനിഷനിൽ തന്നെ ഊന്നൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഈ ദേശീയ വരുമാനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഇന്ത്യയുടെ കേസ് എടുക്കുമ്പോൾ ഇതിന്റെ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് ആയിട്ട് ബന്ധപ്പെട്ടാണ്. അത് പറഞ്ഞാൽ നമുക്ക് വെറും ഒരു നാഷണൽ ഇൻകം ഹെഡിങ് ആണെങ്കിൽ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അക്കൗണ്ടിങ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, പ്രീ ഇൻഡിപെൻഡൻസിന് മുന്നേ ദേശീയ വരുമാനം നിർണ്ണയിച്ചിട്ടുണ്ട്, ഇൻഡിപെൻഡൻസ് ശേഷം നിർണ്ണയിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ചില 10th ലെവൽ, +2 ലെവൽ ഇപ്പോൾ ആര്, എപ്പം, എന്ത് എന്നുള്ള കാര്യങ്ങൾ വരാറുണ്ട്. ഉദാഹരണം നമ്മൾ പറയാറുണ്ട്, ആദ്യമായിട്ട് ദേശീയ വരുമാനം കണക്കാക്കാൻ ശ്രമം നടത്തിയിട്ടുള്ള ഫസ്റ്റ് അറ്റംപ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ആരെ പറയാറുണ്ട്, ദാദാഭായ് നെഹ്റുജിയെ കുറിച്ച് പറയാറുണ്ട് അല്ലേ. ദെൻ അതേപോലെ തന്നെ ശാസ്ത്രീയമായിട്ട് ആദ്യമായിട്ട് ദേശീയ വരുമാനം കണക്കാക്കിയത് ആരാന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അവിടെ പറയാറുണ്ട് ആര്, VK റാവുവിനെ കുറിച്ച് പറയാറുണ്ട്. ഇനി നമ്മൾ ഇൻഡിപെൻഡൻസിന് ശേഷം എടുത്ത് നോക്കുന്ന സമയത്ത് ഒഫീഷ്യലി, അല്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് സ്വാതന്ത്ര്യത്തിന് ശേഷം ദേശീയ വരുമാനം കണക്കാക്കിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒരു നാഷണൽ കമ്മിറ്റിയെ കുറിച്ച് പറയാറുണ്ട്. ചിലപ്പോൾ അതിന്റെ ചെയർമാൻ ആയിട്ടുള്ള PC മഹൽനോബിസിനെ കുറിച്ച് പറയാറുണ്ട്. അപ്പോൾ ഇവിടെ ഫാക്ച്വൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. വ്യക്തികൾ, ചിലപ്പോൾ വർഷങ്ങളാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും കമ്മിറ്റി ആവാം. ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ ഊന്നൽ കൊടുക്കുന്നതാണ് ഇത് ഈ നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന ഭാഗം. പിന്നെ അടുത്ത് പറഞ്ഞ മെഷർമെന്റ് ഓഫ് നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ മറ്റൊരു ഭാഗമാണ്. അതായത് നമ്മൾ ദേശീയ വരുമാനം കണക്കാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡുകളാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കറിയാം, നമ്മൾ ഇൻകം മെത്തേഡ് എന്ന് പറഞ്ഞ മെത്തേഡ്, അതുപോലെ എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറഞ്ഞ മെത്തേഡ്, പ്രൊഡക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞ മെത്തേഡ്, ഇങ്ങനെയുള്ള പല മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട്. ഇതിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന കോണ്ടന്റുകൾ അല്ലെങ്കിൽ കോമ്പണൻസ് വേറെയാണ്. അപ്പോൾ അത് നമ്മുടെ ഒരു ഏരിയ ആണെന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് PSC ഊന്നൽ കൊടുത്ത ഒരു ഡിഗ്രി ലെവലിലേക്ക് വരുമ്പോൾ ചോദ്യങ്ങൾ വരാവുന്ന ഒരു ഏരിയയാണ് ഈ നാഷണൽ ഇൻകം ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞ ഭാഗം. സൂചകങ്ങൾ എന്ന് പറയാം. ദേശീയ വരുമാനത്തെ നമ്മൾ സൂചിപ്പിക്കാൻ കുറച്ച് ആളുകൾ നമ്മൾ മുന്നിൽ നിന്ന് വെക്കാറുണ്ട്. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നാഷണൽ ഇൻകം പറയാതെ പകരം നമ്മൾ പറയുന്ന പേരുകളാണ് എന്താ, GDP എന്ന് പറയുന്നത്, അതേപോലെ NDP, GNP, NNP. ഒരു ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഇവരെല്ലാവരും ഒരുപോലെ തോന്നും അല്ലേ. അതായത് ഇതെല്ലാം ദേശീയ വരുമാനം, NNP നാഷണൽ ഇൻകം അല്ലേ, അതേന്ന് പറയാം, GDP നാഷണൽ ഇൻകം അല്ലേ, അതേന്ന് പറയാം. എന്നിരുന്നാൽ പോലും ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ,
അല്ലെങ്കിൽ ഇവർ തമ്മിൽ ബന്ധങ്ങൾ കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അറ്റ് ലാസ്റ്റ് നമ്മൾ പറയുന്നു പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്ന ഒരു ഭാഗം. അതാണ് ഞാൻ പറയുന്നത്, നാഷണൽ ഇൻകം ടു പെർ ക്യാപിറ്റ ഇൻകം എന്നാണ് നമുക്ക് തരംതിരിക്കേണ്ടത്. ഇതിൻ്റെ ഉള്ളിൽ പല ഭാഗങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു ഏരിയ ആണ് എന്ത് ഈ പറഞ്ഞ നാഷണൽ ഇൻകം കാൽക്കുലേഷൻ. നമുക്ക് കഴിഞ്ഞിട്ടുള്ള ഈ വർഷം കഴിഞ്ഞിട്ടുള്ള 2025 തന്നെ കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റ് നടന്ന പ്രിലിംസ്, അതേ പ്രിലിമിനറി എക്സാം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ വന്ന ചോദ്യങ്ങളും കൂടുതൽ എന്തിൽ നിന്നാണ് ഈ പറയുന്ന നാഷണൽ ഇൻകം പെർ 5 മാർക്കിന് 5 ചോദ്യങ്ങളല്ലേ, ഈ 5ൽ 2 or 2ൽ കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് ഈ ഒരു ഭാഗമോ അല്ലെങ്കിൽ മറ്റേതോ സബ് ഏരിയ ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഫോക്കസ് ചെയ്യുമ്പം ഈ സിലബസിൽ നിങ്ങൾ ഫസ്റ്റ് ഊന്നൽ കൊടുക്കണം എന്ത് തന്നെയാണ്, ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞ നാഷണൽ ഇൻകം തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വെറും ഒരു ഡെഫിനിഷൻ ഊന്നൽ കൊടുക്കുക എന്നുള്ളതല്ല, അതിൻ്റെ ഇൻഡെപ്ത് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ എന്താക്കേണ്ടത്, അത് പഠിക്കേണ്ടത്. വെറും നമ്മൾ സിലബസിലെ കാര്യങ്ങൾ, വെറും സിലബസ് നോക്കുന്ന ആകെ നോക്കുന്നത് 3-4 ലൈൻ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിനെ നമ്മൾ ശരിക്കും സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ അത്രയും കോണ്ടന്റ് വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഇനി വരുന്ന സീരീസിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 5ൽ 5 മാർക്ക് നേടാൻ പറ്റും. എന്തിൽ? എക്കണോമിക്സിൽ. കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ടായി മതി. ലോജിക്ക് ഉപയോഗിച്ചിട്ട്, വെറും ഒരു ലോജിക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഓവർ മഗപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലാസ് ഫോക്കസ് ചെയ്യുക, കൃത്യമായിട്ട് ക്ലാസ് പ്രൊവൈഡ് ചെയ്യും. ആ ക്ലാസിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഇത് അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നിവിടെ ഊന്നൽ കൊടുക്കുന്നത് നമുക്ക് ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് നമുക്ക് വരാൻ പോകുന്ന ഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ഭാഗമാണ് ഈ പറഞ്ഞ നാഷണൽ ഇൻകം ഇൻഡിക്കേറ്റേഴ്സ് വന്ന് നമുക്ക് ഇതിനൊന്ന് പരിചയപ്പെടാം. ഇവരെന്താണ്, എങ്ങനെയാണ്, ഇവർ തമ്മിൽ ബന്ധം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇനി കാണാൻ പറ്റും ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് നാഷണൽ ഇൻകം എന്ന് പറയുമ്പോൾ നാഷണൽ ഇൻകത്തിന്റെ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് നമ്മൾ പൊതുവെ പറയുന്ന ആളാണ് GDP എന്ന് പറയുന്നത്. ഇതേപോലെ നമുക്ക് ആരെ പറയാം, NDP പറയാം, GNP പറയാം, NNP പറയാം. ഇവർ തമ്മിലൊക്കെ എന്തുണ്ട്, നല്ല ബന്ധങ്ങളുണ്ട് നടക്കുക. അപ്പോൾ GDP, NDP, GNP, NNP. അപ്പോൾ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ പല ആൾക്കും കോംപ്ലിക്കേഷൻ ആണ്. ഇത് GDP എന്ന് പറയുമ്പോൾ ചില ആളുകൾ പൊതുവെ നമ്മൾ ഇതിന് ഫുൾ ഫോം ഒന്നും ഡിഗ്രികൾ ചോദിക്കാറില്ല. എന്നാൽ നമ്മൾ ഫുൾ ഫോം അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഒരു പകുതി ശരിയാക്കാൻ പറ്റും. എന്ത് ഫുൾ ഫോം, അതായത് ഇതിന്റെ ഓരോന്നും എന്തിനെ റെപ്രസെന്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഇവിടെ ഞാൻ പറഞ്ഞു GDP എന്ന് പറയുമ്പോൾ ഇവിടെ ഊന്നൽ കൊടുക്കേണ്ട ആൾ ആരാണ്, ഡൊമസ്റ്റിക് എന്നുള്ള വാക്കാണ്. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ് അല്ലെ. ഡൊമസ്റ്റിക് എന്നുള്ള വാക്കിൽ ഊന്നൽ കൊടുത്താൽ നമുക്കൊരു പിക്ചർ കിട്ടും. അതേപോലെ ഇവിടെ നമ്മൾ വരുന്ന സമയത്ത് GNP എന്ന് പറയുമ്പോൾ നമ്മൾ ഊന്നൽ കൊടുക്കേണ്ട ഏതാണ്, നാഷണൽ എന്നുള്ള വാക്കാണ്. നാഷണൽ വാക്കാണ്. ഇപ്പോഴും നമുക്ക് ഏകദേശം ഈ കോൺസെപ്റ്റുകൾ മനസ്സിലാക്കാൻ ഈ ഒരു വാക്കിൽ ഇവിടെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണെങ്കിൽ ഇവിടെ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ആണ്. അതിന്റെ രണ്ടിന്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള നെറ്റ് വാല്യൂസ് ആണ് ഇവിടെ കൂടുതൽ NDP ആണെങ്കിലും അതുപോലെ NNP ആണെങ്കിലും. അതായത് GDP എന്ന് പറയുന്നത് നമുക്ക് NDPയിലേക്ക് വരാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ എന്താണ് ഇവിടുന്ന് ഒഴിവാക്കുന്നത്, നമ്മൾ ഗ്രോസിനെ നെറ്റ് ആക്കണമെങ്കിൽ നമ്മൾ ആരെങ്കിലും പിടിച്ച് അന്ന് എടുത്ത് ഒഴിവാക്കണം. ഗ്രോസിൽ ആരോ ഒരാൾ ഉൾക്കൊള്ളുന്നുണ്ട്, ആ ഒരു വ്യക്തിയെ പിടിച്ച് നമ്മൾ പുറത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിന് എന്ത് കിട്ടും, നെറ്റ് വാല്യൂ കിട്ടും അല്ലേ. അതായത് ഗ്രോസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, അവിടെ നമ്മൾ കൊടുക്കേണ്ട വാല്യൂ എന്തിന്റെ വാല്യൂ ആണ്, ഡിപ്രിസിയേഷൻ എന്ന് പറയുന്ന, തേയ്മാനം എന്നൊക്കെ പറയുന്ന, വേർ ആൻഡ് ടെയർ ഓഫ് എ ക്യാപിറ്റൽ എന്നൊക്കെ പറയുന്ന ഡിപ്രിസിയേഷൻ വാല്യൂ കുറച്ചാൽ മതി. അതെ, GDP നമ്മൾ ഡിപ്രിസിയേഷൻ വാല്യൂ കുറച്ചാൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത്, NDP. അതേപോലെ ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോഴും സെയിം അവസ്ഥയാണ്. അതായത് ഈ GNP എന്ന് പറയുന്ന ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റിൽ നിന്ന് നമ്മൾ ഡിപ്രിസിയേഷൻ കുറച്ചാൽ കിട്ടേണ്ടതാണ് എന്താ, ഇവിടെ NNP എന്ന് പറയുന്ന കാര്യം. NNP കുറച്ചാൽ ഗ്രോസ് എന്ന് പറയുമ്പോൾ മൊത്തം, അതുപോലെ നെറ്റ് എന്ന് പറയുമ്പോൾ അറ്റ എന്നൊക്കെയുള്ള വാക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ഈ പറയുന്ന ഗ്രോസ് എന്ന് പറയുന്ന വാല്യൂ നിന്ന് ഡിപ്രിസിയേഷൻ കുറച്ചാൽ കിട്ടുന്നതാണ് നെറ്റ് വാല്യൂ എന്നുള്ള ഒരു ലോജിക്ക് അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇവർ നമ്മളെ ബന്ധം കിട്ടിക്കഴിഞ്ഞു. GDPനെ NDPയിലേക്കും ഇനി NDPയെ തിരിച്ച് GDPയിലേക്കും കൊണ്ടുവരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, NDP പ്ലസ് ഡിപ്രിസിയേഷൻ ചെയ്താൽ മതി. ഇവിടെ നിങ്ങൾക്ക് ഐഡിയ കിട്ടിയല്ലോ. ഇനി നമുക്ക് ഓരോ നമ്മളെ ബന്ധങ്ങൾ, GDPയെ നമുക്ക് GNP ആക്കാൻ പറ്റുമോ, പറ്റും. അതായത് ഈ ഡൊമസ്റ്റിക് വാല്യൂ എങ്ങനെയാണ് ഈ നാഷണൽ വാല്യൂ ആയി മാറുന്നത്, ഡൊമസ്റ്റിക് വാല്യൂ എങ്ങനെയാണ് നാഷണൽ വാല്യൂ. അപ്പോൾ ഡൊമസ്റ്റിക് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ എന്താണ് നമുക്ക് ഓർമ്മ വരുന്നത്, നമുക്ക് ഡൊമസ്റ്റിക് എന്ന് വെക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ പറയുന്നത് എന്താണ്, വിത്തിൻ ദ ബൗണ്ടറി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. വിത്തിൻ ദ ബൗണ്ടറി ആണ്. അതായത് ഇവിടെ പറയുന്നത് നോക്കി, മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് വിത്തിൻ ദ ബൗണ്ടറി ഓഫ് എ നേഷൻ ഡ്യൂറിങ് എ ഇയർ. അത് നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തിന്റെ അതിർത്തിന്റെ ഉള്ളിൽ ഉൾപ്പെടുന്ന എന്താ പറയാ, സാധന സേവനങ്ങളുടെ മൂല്യം. അതായത് നമ്മളിപ്പോൾ ഇന്ത്യ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ അതിർത്തിയിൽ ഉൾക്കൊള്ളുന്ന സാധന സേവനങ്ങളുടെ മൂല്യമാണ് നമ്മൾ എന്താക്കുന്നത്, എടുക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇന്ത്യയുടെ അകത്ത് നമ്മളിപ്പോൾ A എന്നുള്ള പ്രൊഡ്യൂസർ, B എന്നുള്ള ആളുകൾ, C എന്നുള്ള ആളുകൾ എല്ലാവരും ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു ഫോറിനർ എന്ന് പറയുന്ന വ്യക്തി ഉണ്ടാവാം. അതായത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇന്ത്യക്കാരല്ലാത്ത
പുറത്തുനിന്നുള്ള ആളുകളും ഇന്ത്യയുടെ ഈ അതിർത്തിക്കുള്ളിലുണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിൽ നിന്ന് പ്രൊഡക്ഷന്റെ ഭാഗമാവുന്നുണ്ട്. അവരെ ഇൻകം ഇതിന്റെ ഉൾപ്പെടുന്നുണ്ട്. അതായത് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് എന്താണ്? നമ്മുടെ ബൗണ്ടറി നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, അതിർത്തി എടുക്കുന്നത്, അതിർത്തിയുടെ എന്തൊക്കെ വന്നാലും നമ്മൾ എന്തിൽ ഉൾപ്പെടുത്തത്, അത് GDP ഉണ്ടായിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ GDP എന്ന് പറയുമ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടതാണ്, ഇസ് എ മണി വാല്യൂ ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദ ബൗണ്ടറി ഓഫ് എ നേഷൻ ഡ്യൂറിങ് ഇയർ. അപ്പൊ ഈ ഒരു ടേമിലെ മനസ്സിലാക്കണം, ഇതിനുള്ളിൽ നമ്മൾ മാത്രമല്ല, നമ്മൾ എല്ലാവരും ഇല്ല. അത് മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ഇന്ത്യയുടെ പുറത്തുള്ള ഇന്ത്യൻസ് എന്തിനും ഉൾപ്പെടുന്നില്ല, അവരുടെ പ്രൊഡക്ഷനും കാര്യങ്ങളും എന്തിനും ഉൾപ്പെടുന്നില്ല, ഈ പറയുന്ന GDP ഉൾപ്പെടുന്നില്ല. അപ്പൊ ഇവിടെ നമ്മൾ ആകെ കൺസിഡർ ചെയ്യുന്ന കാര്യം എന്താണ്? ഡൊമസ്റ്റിക് ടെറിട്ടറി. അതാണ് ഈ ഡിയിലേക്ക് വരേണ്ടത്. ഈ ഡൊമസ്റ്റിക് ടെറിട്ടറി, അതാണ് ഞാൻ ബൗണ്ടറി ഉദ്ദേശിച്ചുള്ളത്. അപ്പൊ ഡൊമസ്റ്റിക് ടെറിട്ടറി ഉള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധന സേവനങ്ങളുടെ മൂല്യമാണ് നമ്മൾ എന്തിൽ പരിഗണിക്കുന്നത്? GDP എന്നുള്ളതിൽ പരിഗണിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഈ പറയുന്നതിൽ ശരിക്കും നമ്മൾ പക്കാ നാഷണൽ ഇൻകം നമുക്ക് ഇതിനെ പറയാൻ പറ്റുമോ? ഇല്ല. എന്നാലും നമുക്ക് ദേശീയ വരുമാനത്തിന് ഒരു ഇൻഡിക്കേറ്റർ എന്തിനെ സൂചിപ്പിക്കാം? GDP സൂചിപ്പിക്കാം. ഇന്ത്യക്കാരുടെ മാത്രമല്ല, മറ്റുള്ള ആളുകളുണ്ട്. ഇനി ഇന്ത്യക്കാർ മൊത്തം ഉണ്ടോ? അതുമില്ല. അപ്പോൾ അതാണ് ഇതൊരു പ്യൂറസ്റ്റ് ആയുള്ള ഫോം ഒന്നും അല്ല എന്ത് GDP എന്ന് പറഞ്ഞ നാഷണൽ ഇൻകത്തിന്റെ ഫോം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഐഡിയ കിട്ടിയാലും നിങ്ങൾക്ക് ഇവിടെ ഡൊമസ്റ്റിക് ടെറിട്ടറി എടുത്തിട്ടുള്ളത്, ആ ടെറിട്ടറിയുള്ള ഇന്ത്യക്കാരുണ്ട്, നേപ്പാൾ ഉണ്ടാവും, ബംഗ്ലാദേശുകാരുണ്ടാവും, ശ്രീലങ്കാരുണ്ടാവും, ആരുണ്ടാവാം, അമേരിക്കക്കാരുണ്ടാവും, ആരുണ്ടാവും. ഇവരൊക്കെ പ്രൊഡക്ഷൻ ഇതിന്റെ ഭാഗമായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്, GDPയുടെ ഭാഗമായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത ടേം നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഈ GDP എന്ന് പറയുന്നതിന്, അതായത് ഈ GDP എന്ന് പറയുന്നത് എന്ത് കുറച്ചാൽ മതി? ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് എന്താ? നെറ്റ് വാല്യൂ, നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഡിപ്രിസിയേഷൻ വാല്യൂ കുറയ്ക്കാം. അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ നെറ്റ് വാല്യൂ, അതാണ് NDP. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നമുക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. എന്ത് GDPയെ NDP ആക്കണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് നമ്മളൊരു ഇക്വേഷൻ 1 + 2 3 എന്ന് പഠിക്കുന്ന പോലെ തന്നെ GDP മൈനസ് ഡിപ്രിസിയേഷൻ = NDP, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ 2 - 1 പഠിക്കുന്ന പോലെ തന്നെ ഒരു ചെറിയൊരു ഇക്വേഷൻ മാത്രം പഠിച്ചു വെച്ചാൽ മതി, നമുക്ക് NDPയിലേക്ക് എത്താൻ പറ്റും. പക്ഷേ നമ്മൾ ഇനി അടുത്ത് പറയാൻ പോകുന്ന ടേം അതാണ് ഇമ്പോർട്ടൻറ്റ്, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്, GNP എന്ന് പറഞ്ഞ ടേം അറിഞ്ഞിരിക്കണം. അവിടെ എന്താ മാറ്റം വന്നിട്ടുള്ളത്? നേരത്തെ പറഞ്ഞ GDP എന്ന് പറയുന്ന ടേമിൽ ആ ഡൊമസ്റ്റിക് എന്നുള്ള ആ ഒരു വേർഡ് എടുത്ത് ഒഴിവാക്കി നമ്മളവിടെ എന്ത് ആഡ് ചെയ്തു? അവിടെ നമ്മൾ ഉപയോഗിച്ചത് എന്താണ്? നാഷണൽ ആണ്. അപ്പൊ നാഷണൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നേരത്തെ നമ്മൾ പറഞ്ഞാൽ നമ്മുടെ ബൗണ്ടറി, നമ്മുടെ ഡൊമസ്റ്റിക് ടെറിട്ടറിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ നമ്മൾ ടെറിട്ടറി മാത്രമല്ല, ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും, അതായത് നമ്മളെ രാജ്യത്തിന്റെ അകത്തുള്ളതും അതുപോലെ പുറത്തുനിന്നുള്ളതും കൂടി നമ്മൾ നാഷണൽസ്, ഇന്ത്യക്കാർ എന്നുള്ളൊരു വിനിയിലൊക്കെ വരുന്നത്. ഇന്ത്യയുടെ അകത്ത് എന്നുള്ളതിനേക്കാൾ ഉപരി ഇന്ത്യക്കാർ, ഇന്ത്യൻസ് എന്ന് പറയുന്ന ഒരു ടേമിലേക്ക് നിങ്ങൾ ആലോചിക്കാം. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഡൊമസ്റ്റിക് ടെറിട്ടറി പുറത്തുള്ള കാര്യങ്ങൾ എന്തിൽ വരുന്നുണ്ട്? ഈ പറയുന്ന നമ്മുടെ GNP എന്ന് പറയുന്ന ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞത് GNP = GDP പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. ഇതാണ് NFI എന്ന് പറയുന്നത്. ഇവിടെ എന്താ പറഞ്ഞത്? ഇൻകം ഫ്രം എബ്രോഡ് എന്ന് പറഞ്ഞു. എങ്ങനെ? ഇൻകം ഫ്രം എബ്രോഡ്. നേരത്തെ പറഞ്ഞതിൽ എന്തില്ലായിരുന്നു? എബ്രോഡ് എന്നുള്ള ഇൻകം നമ്മളിൽ പരിഗണിച്ചിട്ടില്ല. ഇപ്പോൾ നമ്മൾ പറയുന്നു ഇൻകം ഫ്രം എബ്രോഡ്. അപ്പോൾ ഇവിടെ ചെയ്യേണ്ട 2 കാര്യങ്ങളുണ്ട്. ഇവിടെ ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇവിടെ ചെയ്യേണ്ട 2 കാര്യങ്ങളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്ത്യയുടെ GDP എന്ന് പറയുന്നതിൽ എന്തുണ്ടായിരുന്നു? ഇന്ത്യയുടെ അകത്തുള്ളതിൽ പുറത്തുള്ള ഫോറിനേഴ്സും കൂടി ഇതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്തിട്ടു? അത് നമ്മൾ ഇവിടുന്ന് ഒഴിവാക്കണം. അതായത് നമ്മൾ പറഞ്ഞ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ ടെറിട്ടറി എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ടെറിട്ടറിയുടെ ഉള്ളിലുള്ള കുറെ F കാറ്റഗറി അല്ലെങ്കിൽ അവരെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഒഴിവാക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഇന്ത്യൻസ്, പുറത്ത് എബ്രോഡുള്ള ഇന്ത്യൻസിന് എന്തിൽ ആഡ് ചെയ്യണം? നമ്മുടെ ഈ പറയുന്ന ഇൻകത്തിന്റെ ഭാഗമാക്കി മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതാണ് ഇവിടെ 2 കാര്യം നടന്നിട്ടുണ്ട്. ഒരേ സമയം 2 കാര്യം നടക്കുന്നുണ്ട്. നമ്മൾ ബൗണ്ടറിയുടെ അകത്തുള്ള ഫോറിനേഴ്സിന്റെ ഈ കോൺട്രിബ്യൂഷൻ നമ്മൾ മാറ്റുകയും അതോടൊപ്പം നമ്മൾ ഇന്ത്യക്ക് പുറത്തുള്ള ഇന്ത്യൻസിൻ്റെത് ഇതിൽ ആഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിന് എന്ത് പറയാൻ കാരണം? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് പറയാൻ കാരണം. അതായത് ശരിക്കും ഈ NFIA എന്ന് പറഞ്ഞാൽ, ഷോർട്ടായിട്ട് ഞാനിത് എഴുതി വെച്ചാണ്, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്, ഫാക്ടർ ഇൻകം from abroad minus to abroad. ഓക്കെ, അതായത് നമ്മൾ ഈ പറയുന്ന മെയിൻ ഫ്രം എബ്രോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന ഫ്രം ഇങ്ങോട്ട് ആഡ് ചെയ്യുകയും അതേപോലെ നമ്മൾ ഈ പറയുന്ന ഇന്ത്യൻസ് അല്ലാത്ത ആളുകളുടെ ഇതിൽ നിന്ന് കുറയ്ക്കുകയും വേണം. അതുകൊണ്ടാണ് ഇവിടെ ഈ ഓവർസീസിൽ നിന്ന് വരുന്ന ഇൻകം ആഡ് ചെയ്യുകയും ഇവിടുന്ന് ഓവർസീസിലേക്ക് പോകുന്ന ഇൻകം കുറയ്ക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? നമുക്ക് ഈ നാഷണൽ വാല്യൂ കിട്ടാന്ന് അറിഞ്ഞിരിക്കുക. അതാണ് GNP എന്ന് പറഞ്ഞാൽ. ശരിക്കും നമ്മൾ പുറത്തുനിന്നുള്ള ഇൻകം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് അറിയാമോ? അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പ്രൈവറ്റ് റെമിറ്റൻസ് ഉണ്ട്,
നമ്മളെ ആളുകളൊക്കെ ജോലി ചെയ്തിട്ട് ഗൾഫിൽ നിന്ന് അയച്ച് അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങൾക്ക് അയച്ചു തന്നെ പണങ്ങളുണ്ട്. അതുകൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവാം, നമ്മൾ ഏതെങ്കിലും ലോൺ കൊടുത്ത ഇൻട്രസ്റ്റ് ഉണ്ടാവാം. അതുപോലെ നമ്മൾ ട്രേഡ് ബാലൻസ് എന്ന് പറയുന്ന ഈ എക്സ്പോർട്ട് ഇമ്പോർട്ട് നമ്മൾ ഡിഫറൻസ് ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ പറയുന്ന ഇന്റർനാഷണലി ട്രാൻസ്ബൗണ്ടറി ട്രാൻസാക്ഷൻസ് ആണ്. ആ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്യുക. അതിൽ നമ്മൾ രണ്ടുണ്ട്, പ്ലസും മൈനസും ഉണ്ടാവാം. അപ്പോൾ നമ്മൾ ഈ ട്രേഡ് ബാലൻസ് എടുക്കുകയാണെങ്കിൽ പൊതുവെ നമ്മൾ ഇമ്പോർട്ട് കൂടുതൽ എക്സ്പോർട്ട് കുറവാണ്, അതൊക്കെ മൈനസ് വാല്യൂലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് സിമ്പിളായിട്ട് അറിഞ്ഞിരിക്കുക, GDPയോടൊപ്പം എന്ത് ചെയ്താൽ മതി, നമ്മൾ ഈ പറയുന്ന നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് പ്ലസ് ചെയ്താൽ GNP കിട്ടും എന്ന് അറിഞ്ഞിരിക്കുക. നേരത്തെ പറഞ്ഞതിൽ നമ്മൾ ഈ പറയുന്ന ഡിപ്രിസിയേഷൻ കുറയ്ക്കുക ചെയ്യുന്നുണ്ടായിരുന്നു NDPയിലേക്ക്. ഇവിടെ നമ്മൾ GDPയിൽ എന്ത് ചെയ്തു, ഒരു സാധനം കൂട്ട ചെയ്തില്ല. അതെന്താണ്, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്. നെറ്റ് എന്ന് പറയാനുള്ള കാരണം ഇവിടുത്തെ ആളുകളത് ഇവിടെയുള്ള ഫോറിനേഴ്സിന്റെ കുറയ്ക്കുകയും പുറത്തുനിന്നുള്ള ഇന്ത്യൻസിന്റെ ആഡ് ചെയ്യുകയും ചെയ്തുകൊണ്ട് അത് നെറ്റ് വാല്യൂക്ക് വന്നിട്ടുള്ളത്. സോ ഇതാണ് GNP എന്ന് പറഞ്ഞത്. അപ്പോൾ GNP ഒരു പ്യൂറസ്റ്റ് ഫോം ആണോ? GNP ഒരു പ്യൂറസ്റ്റ് ഫോം ആണെന്ന് പറയാം, പക്ഷേ നമ്മൾ അതിൽ എന്തുണ്ട്, ഗ്രോസ് എന്ന് പറയുന്നതിൽ ഡിപ്രിസിയേഷൻ ഉണ്ട്. സോ ആ ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് എന്താ, നമ്മുടെ NNP. ഇതിന് ഡെഫിനിഷൻ ഞാൻ കൊടുക്കുന്നില്ല, പകരം എനിക്ക് പറയുന്നത് ദിസ് ഇസ് ദ പ്യൂറസ്റ്റ് ഫോം ഓഫ് നാഷണൽ ഇൻകം ഓഫ് എൻ എക്കോണമി. ഇതാണ് നമ്മൾ ഏറ്റവും ഫിൽട്ടർ ചെയ്ത് നമ്മൾ GDP NDP ആക്കുന്നു, അല്ലെങ്കിൽ GDP GNP ആക്കുന്നു. അതൊക്കെ കഴിഞ്ഞ് ഏറ്റവും പ്യൂറസ്റ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്ന ആ ഒരു വാല്യൂ ആണ് എന്താ, നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞത്, NNP എന്ന് പറയുന്നത്. അപ്പോൾ NNP ആണ് ഏറ്റവും. ഇപ്പം നിങ്ങൾക്ക് ഒരു 4 ഓപ്ഷൻ തന്നു, ഇതിൽ ഏതാണ് ഇന്ത്യയുടെ നാഷണൽ ഇൻകം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ NNP ഉണ്ടെങ്കിൽ അതാണ് നമ്മുടെ ഉത്തരം. ഓക്കെ, ഈ 4 ഓപ്ഷൻ നമ്മുടെ NNP ഇല്ല, GNP വരെയാണെങ്കിൽ അപ്പോൾ നമുക്ക് GNPയിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്താക്കുന്നത്, ഈ ഇൻഡിക്കേറ്റേഴ്സിനെ മനസ്സിലാക്കേണ്ടത്. കൃത്യമായിട്ട് അറിയാം GDP എങ്ങനെ NDP ആവുന്നു, GDP എങ്ങനെ GNP ആവുന്നു. ഇത് അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇത് വന്നതായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഡീൽ ചെയ്യാൻ പറ്റും. ഇവിടെ തീർന്നിട്ടില്ല, ഇവിടെ നമ്മളൊരു ചെറിയൊരു ഭാഗം കൂടി ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഇൻഡിക്കേറ്റേഴ്സിനോടൊപ്പം നിങ്ങൾ പഠിക്കേണ്ട മറ്റൊരു കാര്യമാണ് എന്താ, ഈ കോസ്റ്റ് ആൻഡ് പ്രൈസ് ഓഫ് നാഷണൽ ഇൻകം. അതായത് നമ്മൾ അതിനെ പറയുന്നത് ഫാക്ടർ കോസ്റ്റ് എന്നും മാർക്കറ്റ് പ്രൈസ് എന്ന 2 ടേമിലാണ് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഫാക്ടർ കോസ്റ്റ് ആൻഡ് മാർക്കറ്റ് പ്രൈസ് ആണ്. ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ വരുന്ന ഇൻപുട്ട് കോസ്റ്റുകളെ മാത്രം പരിഗണിച്ചാൽ മതി, അത് ഫാക്ടർ കോസ്റ്റ് ആണ്. ഇപ്പോൾ ഒരു സാധനം, ഒരു ഫർണിച്ചർ നമ്മൾ ഉണ്ടാക്കുകയാണ്, ഒരു ടേബിൾ, ഒരു ചെയർ നമ്മൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് അതിന് വേണ്ട വുഡ്, അതിന് വേണ്ടിയിട്ടുള്ള ജോലിക്കാർ, അതിന് വേണ്ടിയുള്ള പവർ, ഇങ്ങനെയുള്ളതിൻ്റെ ചിലവ് മാത്രം കൂട്ടി ആ ഉൽപ്പന്നം ക്രിയേറ്റ് ചെയ്തല്ലോ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്തല്ലോ, അത് മാത്രമാണ് അതിൻ്റെ ഫാക്ടർ കോസ്റ്റ് ആണ്. അതിനൊക്കെ എത്ര ചിലവ് വന്നു, അതാണ് ഫാക്ടർ കോസ്റ്റ്. മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ അവിടെ എന്ത് വരുന്നുണ്ട്, അവിടെ ടാക്സ് വരുന്നുണ്ട്. മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ അവിടെ ടാക്സ് വരുന്നുണ്ട്. ആ ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണത്, അത് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. എന്താണ് അത്, ഇൻഡയറക്റ്റ് ടാക്സ് ആണെന്നിരിക്കണം. അതായത് ആക്ച്വലി ഈ ഫാക്ടർ കോസ്റ്റിനെ നമുക്ക് മാർക്കറ്റ് പ്രൈസ് ആക്കാനും അതുപോലെ മാർക്കറ്റ് പ്രൈസിനെ ഫാക്ടർ കോസ്റ്റ് ആക്കാനും പറ്റും. ഇതിന്റെ നടുവുള്ള ആളാരാണ്, ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ഇനി ഇതിനെ വെറും ഇൻഡയറക്റ്റ് ടാക്സ് പറഞ്ഞാൽ ശരിയാവുമോ, ഇല്ല. ഇതിനെ നമുക്ക് ഒന്നും കൂടി ഫിൽട്ടർ ചെയ്യാം. ഞാൻ ഇതിനെ പറയുന്നു നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. അപ്പോൾ എങ്ങനെ ഇൻഡയറക്റ്റ് ടാക്സ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആയി, നമ്മൾ ഈ പറയുന്ന ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡി ആണ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. സബ്സിഡി നമുക്ക് കിട്ടുന്നതല്ലേ, ടാക്സ് സർക്കാരിന് കൊടുക്കുന്നതല്ലേ, ആ ഡിഫറൻസ് ആണ് എന്ത്, നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. ഷോർട്ടായിട്ട് നമ്മൾ ഇതിനെ NIT എന്ന് പറയാം, നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. അപ്പം നിങ്ങൾ നോക്കിയേ, ഈ ഫാക്ടർ കോസ്റ്റ് ആണ് ഞാൻ പറഞ്ഞത്, ഇൻപുട്ട് കോസ്റ്റ് ആണ്. ഇൻപുട്ട് കോസ്റ്റ്, ഫാക്ടർ കോസ്റ്റ് ഞാൻ ഉണ്ടാക്കിയൊരു സാധനം മാർക്കറ്റിലേക്ക് എത്തിക്കുകയാണ്. മാർക്കറ്റിലേക്ക് എത്തുമ്പോൾ അവിടെ എന്ത് വരും, ഒരു ടാക്സ് എന്ന് പറയുന്ന ഇൻസിഡൻസ് വരും. അതുകൊണ്ട് ഇത് എന്തായി മാറും, മാർക്കറ്റ് പ്രൈസ് ആയിട്ട് മാറും. അതായത് ഫാക്ടർ കോസ്റ്റിനോട് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നതാണ് എന്താ, മാർക്കറ്റ് പ്രൈസ്. ആ ഒരു ലോജിക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ഇൻഡിക്കേറ്ററൊക്കെ നമുക്ക് ഈ ഫാക്ടർ കോസ്റ്റ് ടേമിലും പഠിക്കേണ്ടതായിട്ടുണ്ട്, മാർക്കറ്റ് പ്രൈസ് ടേമിലും പഠിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ GDP MP എന്ന് പറഞ്ഞാൽ എന്താണ്, GDP അറ്റ് മാർക്കറ്റ് പ്രൈസ് എന്നാണ്. NNP FC എന്ന് പറഞ്ഞാൽ എന്താണ്, NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്നാണ്. അപ്പോൾ ഈ പറയുന്ന മാർക്കറ്റ് പ്രൈസ്, ഫാക്ടർ കോസ്റ്റ്, അവിടെ വരുന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് അതാരാണ്, അത് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് അറിഞ്ഞിരിക്കുക. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ഇവിടെ നമ്മൾ പറഞ്ഞ ഈ ഇൻഡയറക്റ്റ് ടാക്സ് നമുക്ക് വേണമെങ്കിൽ വേറെ പേര് വിളിക്കാം, പ്രൊഡക്റ്റ് ടാക്സ് കൂടി വിളിക്കാം. പ്രൊഡക്ഷൻ ടാക്സ് എന്ന് പറയുന്നില്ല, പ്രൊഡക്റ്റ് ടാക്സ് എന്ന് വിളിക്കാം. ഓക്കെ, ഇൻഡയറക്റ്റ് ടാക്സ് തന്നെയാണ് എന്താ, പ്രൊഡക്റ്റ് ടാക്സ് ആയിട്ട് പറയേണ്ടത്. ഓക്കെ, നമ്മളിപ്പോൾ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ GST ഒരു പ്രധാനപ്പെട്ട ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ഇപ്പം ഞാനൊരു സാധനം ഉണ്ടാക്കുന്നു, ഞാനത് മാർക്കറ്റിലേക്ക് എത്തിക്കുമ്പോൾ അവിടെ GST ആഡ് ചെയ്യണം. ആ GST ആഡ് ചെയ്തിട്ടാണ് ഞാൻ എന്താക്കുന്നത്, ആ സാധനം വിൽക്കുന്നത്. അങ്ങനെ വരുമ്പോഴാണ് എന്തായി മാറി, അതിൻ്റെ വാല്യൂ മാർക്കറ്റ് പ്രൈസിലേക്ക് ആയി മാറി. ഓക്കെ, എൻ്റെ കയ്യിൽ തന്നെയാണ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഞാനത് മാർക്കറ്റിൽ എത്തിക്കുന്നില്ല, ഞാൻ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള കുറച്ച് നെയ്ബേഴ്സിന് കൊടുക്കുകയാണ്. അവിടെ എന്ത് മാത്രമേ ഉള്ളൂ, അതിൻ്റെ ഫാക്ടർ കോസ്റ്റ് ഉള്ളൂ, അവിടെ എന്തില്ല, ടാക്സ് ഇൻസിഡൻസ് ഇല്ല. ഓക്കെ, അപ്പോൾ ഈ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പറയുന്ന ഫാക്ടർ കോസ്റ്റും മാർക്കറ്റ് പ്രൈസും നമ്മളെ വ്യത്യാസം ആരാണ്, നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. സിമ്പിൾ ലോജിക്കാണ്. നിങ്ങൾ നോക്കിയേ, ഫാക്ടർ കോസ്റ്റ് എന്താണ്,
ഇൻപുട്ട് കോസ്റ്റ് ഓൾറെഡി പറഞ്ഞു. ഇൻപുട്ട് കോസ്റ്റ്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ്, റോ മെറ്റീരിയൽ, ലേബർ, റെന്റ്, അങ്ങനെ പോകുന്നു നമ്മളെ ലിസ്റ്റ് അല്ലേ. അതായത് എല്ലാ ഇൻപുട്ട് ഒരു സാധനം ഉണ്ടാക്കാൻ നമുക്ക് എന്തൊക്കെ ചെലവ് വരുന്നു അതെല്ലാം നമ്മൾ എന്താണ് ഫാക്ടർ കോസ്റ്റിന്റെ ഭാഗമായിട്ടും. ഇറ്റ് ഈസ് കോൾഡ് ദ പ്രൊഡക്ഷൻ കോസ്റ്റ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പ്രൈസ് അല്ലെങ്കിൽ ഫാക്ടറി പ്രൈസ് എന്നൊക്കെ പറയാം. ഒരു സാധനം ഉണ്ടാക്കാൻ വന്ന ചെലവ്, പ്രൊഡക്റ്റ് ചെയ്യാൻ വന്ന ചെലവ്, പ്രൊഡക്റ്റ് ചെയ്തിട്ടുള്ള നമ്മൾ പറയല്ലോ ചില ഫാക്ടറി ഔട്ട്ലെറ്റ് വിലക്ക് സാധനങ്ങൾ വിൽക്കപ്പെടുന്നൊക്കെ പറയാറില്ലേ. അപ്പം ഉൽപ്പാദനം അങ്ങനെയൊക്കെ പറഞ്ഞ് പരസ്യങ്ങൾ കാണാറുണ്ടാവല്ലോ. അപ്പോൾ അവിടെയൊക്കെ അവർ പറഞ്ഞ ടാക്സ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള പരസ്യമാണ്. പക്ഷേ അതിലൊക്കെ അതുണ്ട്. പക്ഷേ നമ്മൾ പറയുന്ന ഫാക്ടർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇൻപുട്ട് കോസ്റ്റ് മാത്രമെന്നുള്ള ലോജിക്ക് നമ്മൾ മനസ്സിലുണ്ടായിരിക്കുക. ഇനി അതോടൊപ്പം തന്നെ നമുക്ക് മാർക്കറ്റ് പ്രൈസ് പറയാം. എന്താ മാർക്കറ്റ് പ്രൈസ്? ഇവിടെ എന്താ കൂടുതൽ? ഇൻഡയറക്റ്റ് ടാക്സ്. ഒരു പക്ഷേ പരീക്ഷകളിൽ നമുക്ക് തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയാൻ പറ്റും. ചില ഇക്വേഷൻസിൽ തെറ്റാണ് ഡയറക്റ്റ് ടാക്സ്. അതായത് ഫാക്ടർ കോസ്റ്റ് പ്ലസ് ഡയറക്റ്റ് ടാക്സ് ആണ്, അത് തെറ്റാണ്. ഫാക്ടർ കോസ്റ്റ് പ്ലസ് ഇൻഡയറക്റ്റ് ടാക്സ് ആണ് എന്ത്. അതും വെറും ഇൻഡയറക്റ്റ് ടാക്സ് പറഞ്ഞാൽ പോരാ. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് പറഞ്ഞാൽ കുറച്ചും കൂടി വ്യക്തമായി. ഓക്കെ, എക്സ് ഫാക്ടറി പ്രൈസ്, മാർക്കറ്റ് കോസ്റ്റ്, എക്സ് ഷോറൂം പ്രൈസ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പൊ ഇങ്ങനെയാണ് പല പ്രൈസും. അതാണ് മാർക്കറ്റ് പ്രൈസ് ഈക്വൽ ടു ഫാക്ടർ കോസ്റ്റ് പ്ലസ് പ്രൊഡക്ഷൻ ടാക്സ് മൈനസ് പ്രൊഡക്റ്റ് സബ്സിഡി. പ്രൊഡക്ഷൻ ടാക്സ് പ്രൊഡക്റ്റ് ടാക്സ് മൈനസ് പ്രൊഡക്റ്റ് സബ്സിഡി. അതാണ് ഈ പ്രൊഡക്റ്റ് ടാക്സ് ആണ് എന്ത് നമ്മുടെ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ടാക്സ് ആണ്. ഓക്കെ, ആ പ്രൊഡക്റ്റ് ടാക്സ് മൈനസ് പ്രൊഡക്റ്റ് സബ്സിഡി നമുക്ക് മൊത്തത്തിൽ എന്ത് വിളിക്കാം? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് വിളിക്കാം. അതാണ് ഇൻഡയറക്റ്റ് ടാക്സ് മൈനസ് സബ്സിഡി. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, പ്രൊഡക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും വൺ ആൻഡ് ദി സെയിം. അതായത് പ്രൊഡക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും സെയിം ആണ് എന്ന് അറിഞ്ഞിരിക്കുക. ശ്രദ്ധിക്കുന്ന കാര്യം പ്രൊഡക്ഷൻ ടാക്സ് അല്ല എന്ന് അറിഞ്ഞിരിക്കുക. പ്രൊഡക്ഷൻ ടാക്സ് അല്ല. പ്രൊഡക്ഷൻ ടാക്സ് പറയുമ്പോൾ നമ്മളവിടെ മനസ്സിലാക്കേണ്ടത് ബേസിക് പ്രൈസ് എന്ന സാധനം. ബേസിക് പ്രൈസ്, അതിലാണ് പ്രൊഡക്ഷൻ ടാക്സിനെ കുറിച്ച് പറയുന്നത്. ഞാൻ ഇവിടെ പറയുന്നില്ല, കാരണം പരീക്ഷയിൽ കൂടുതലും വരുന്നത് മാർക്കറ്റ് പ്രൈസും ഫാക്ടർ കോസ്റ്റ് ആണ്. ബേസിക് പ്രൈസ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, അത് അറിഞ്ഞിരിച്ചാൽ മതി. അതെന്താണ്? അതിൽ നമ്മൾ പ്രൊഡക്ഷൻ ടാക്സ് ആണ് ഉപയോഗിക്കുന്നത്. അത് പ്രൊഡക്റ്റ് ടാക്സിൽ GST ആയിട്ട് ബന്ധപ്പെട്ടല്ല. ഉൽപ്പാദനം കൂടുന്നതിനനുസരിച്ച് ടാക്സിൽ മാറ്റം വരുന്നില്ല. അതൊരു അറ്റ് എ ടൈം, ഒരു സിംഗിൾ ടൈം, വൺ ടൈം സെറ്റിൽമെന്റ് പോലുള്ള ഒരു ടാക്സേഷനാണ് അത് പ്രൊഡക്ഷൻ ടാക്സ് എന്നൊക്കെ പറയുന്നത്. നമ്മൾ രജിസ്ട്രേഷൻ പോലത്തെ കാര്യങ്ങൾ, അതേപോലെ ഡ്യൂട്ടി പോലത്തെ കാര്യങ്ങൾ, ചില ഡ്യൂട്ടികളൊക്കെ അതിന്റെ ഭാഗം ഒറ്റ ടൈം നമ്മൾ അടിച്ചാൽ മതി. അല്ലാണ്ട് ഓരോ ഉൽപ്പന്നത്തിന് വേണ്ടി നമ്മളിങ്ങനെ മാറ്റി ചെയ്യേണ്ട ആവശ്യമില്ല. പോട്ടെ, അത് മാറ്റി വെക്കാം. ഇവിടെ ഫാക്ടർ കോസ്റ്റും മാർക്കറ്റ് പ്രൈസും നമുക്ക് പഠിച്ചിരിക്കാം. ഇനി ഞാൻ നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ഒരു ബ്ലാങ്ക് പേജ് ആയിട്ടാണ്. ഓക്കെ, നിങ്ങൾക്ക് കാണാം ഇവിടെ ഞാൻ പറയുന്നു നമുക്കൊരു GDP ഫാക്ടർ കോസ്റ്റ് ഉണ്ടെങ്കിൽ ഇതിനെ നമുക്ക് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് എന്താക്കാം? ഒരു NNP, ഞാൻ സ്ഥിരം ചെയ്യുന്നതാണ്, NNP ഒരു മാർക്കറ്റ് പ്രൈസിലേക്ക് എത്തിച്ചാലോ? ഓക്കെ, നമുക്കിവിടെ മാറ്റാനുള്ള G മാറ്റണം, D മാറ്റണം, FC മാറ്റിയിട്ട് MP ആക്കണം. ഓക്കെ, നമ്മൾ മറ്റേ സിനിമ പറഞ്ഞ ഇതാണ് ഈ പ്രശ്നക്കാർ, ഇവനെടുത്ത് കളഞ്ഞാൽ മതിയോ? അങ്ങനെയല്ല, നമ്മൾ ഇതിന് സ്റ്റെപ്പായിട്ട് ചെയ്യണം. കളഞ്ഞാൽ ശരിയാവില്ല. നമുക്ക് എന്താണ് ഇത് എങ്ങനെ മാറുന്നത് കൃത്യമായിട്ട് നമ്മൾ കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ GDPയിലെ Gനെ നമുക്ക് ആദ്യം മാറ്റിയാലോ? അതെ, GDPയിലെ G നമുക്ക് ആദ്യം എന്താക്കണം? ഗ്രോസ് നെറ്റ് ആക്കണം. നിങ്ങൾ എൻ്റെ കൂടെ പറയണം. GDP ഫാക്ടർ കോസ്റ്റ് എന്ത് മാറ്റുക, എന്ത് മൈനസ് ചെയ്യുക? അതെ, ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്യുക. അപ്പോൾ ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്ത് എന്ത് കിട്ടി? ഈക്വൽ ടു, ഇപ്പൊ എന്തായി മാറിയത്? G എന്നുള്ള ഗ്രോസ് മാറി നെറ്റ് ആയിട്ട് മാറും. അപ്പൊ അതിന്റെ ഉത്തരത്തിൽ ഇവിടെ NDPFC ആയല്ലോ. NDPFC എനിക്ക് എങ്ങനെയാണ് ചെയ്യാം? ഞാൻ ആദ്യം ഈ പറയുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് തന്നെ D മാറ്റി N ആക്കാം. ഇപ്പൊ നമ്മുടെ കയ്യിൽ എന്താണ്? NDPFC ആണെന്ന് വിചാരിക്കാം. ഈ NDPFC നമ്മൾ എന്താക്കണം? നമുക്ക് ആദ്യം NDPFC അല്ലേ, NDPFC എന്നുള്ളത് നമുക്ക് എന്താക്കാം? ഈ പറയുന്ന NNP MP ആക്കാൻ പറ്റുമോ? ഒറ്റയടിക്ക് ആക്കാൻ പറ്റുമോ? നമുക്ക് ആദ്യം നടുവിലുള്ള മാറ്റിയാലോ? നടുവിലുള്ള മാറ്റം NDPFC നമുക്ക് മറ്റൊടിക്ക് മാറ്റം. അതായത് NDP നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് FC എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് നമ്മൾ എന്താക്കാൻ പോവാണ്? NDPFC മൈനസ് അല്ല പ്ലസ് നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം അബ്രോഡ്. നമ്മൾ പറഞ്ഞാൽ ഈ ഡൊമസ്റ്റിക്കിനെ മാറ്റണം, എന്നിട്ട് നമുക്ക് ആ നാഷണൽ ആക്കി മാറ്റം. അതിന് നമ്മൾ എന്താക്കി ചെയ്ത്? നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം അബ്രോഡ്. ഇപ്പൊ എന്താ ഇതിന്റെ ഉത്തരം? NNPFC ആയിട്ട് മാറിയല്ലോ. നമ്മൾക്ക് കിട്ടേണ്ട ഉത്തരം എന്താണ്? മാർക്കറ്റ് പ്രൈസ് ആണ്. ഇപ്പൊ കയ്യിൽ എന്താണ്? ഫാക്ടർ കോസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? NNPFC എന്താക്കുക? NNPFCയുടെ എന്ത് കൂട്ടണം? കൂട്ടല വേണ്ടത്. അതെ, ഫാക്ടർ കോസ്റ്റിനെ മാർക്കറ്റ് പ്രൈസിലേക്ക് ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് കൂട്ടണം. നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് ഈക്വൽ ടു NNP MP. ഓക്കെ, നമ്മൾ ചെയ്ത സ്റ്റെപ്പ് നോക്കിയേ. നമ്മൾ ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്തു. ഫസ്റ്റ് നമ്മൾ ചെയ്തതാണ് ഡിപ്രിസിയേഷൻ മൈനസ് ചെയ്തു. രണ്ടാമത്തിൽ നോക്കിയേ നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം അബ്രോഡ് പ്ലസ് ചെയ്തു. മൂന്നാമത്തെ നോക്കിയേ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ് നമ്മൾ പ്ലസ് ചെയ്തു. അപ്പൊ ഇതാണ് നമ്മുടെ എന്താ ഈ 3 സ്റ്റെപ്പ് വഴി, നിങ്ങൾ എങ്ങനെ വന്നാലും 3 സ്റ്റെപ്പ് വഴി നമുക്ക് എന്തിലേക്ക് എത്താൻ പറ്റി? നമ്മൾ ഉത്തരമായിട്ടുള്ള NNP MPയിലേക്ക്. അപ്പൊ നിങ്ങളവിടെ പഠിക്കേണ്ടത് 3 കാര്യങ്ങളാണ്. 3 കാര്യങ്ങൾ പഠിച്ചാൽ മതി. അതായത് എങ്ങനെ ഒരു നെറ്റിനെ അല്ലെങ്കിൽ ഒരു ഗ്രോസിനെ നെറ്റാക്കാൻ പറ്റും,
എങ്ങനെ ഒരു ഡൊമസ്റ്റിക് നാഷണൽ ആക്കാൻ പറ്റും, എങ്ങനെ ഒരു മാർക്കറ്റ് പ്രൈസിനെ ഫാക്ടർ കോസ്റ്റ് ആക്കാൻ പറ്റും, ഈ 3 കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഏത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ഡീൽ ചെയ്യാൻ പറ്റും. ഇതാ ഞാനിവിടെ ഇതിൻ്റെ ഒരു മെയിൻ നോട്ടായിട്ട് ഇവിടെ എഴുതി വെക്കാണ്. അതായത് ഗ്രോസ് എന്നുള്ള വാല്യൂവിനെ നമ്മൾ നെറ്റ് എന്നുള്ള വാല്യൂവിൽ കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഡിപ്രിസിയേഷൻ കുറയ്ക്കണം. മൈനസ് ഡിപ്രിസിയേഷൻ. ഗോട്ട് ഇറ്റ്? ഇനി അടുത്ത ഞാൻ പറയുന്നു, ഡൊമസ്റ്റിക് എന്നുള്ള വാല്യൂവിനെ നമുക്ക് നാഷണൽ ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്ലസ് ചെയ്യണം. എന്ത് പ്ലസ് ചെയ്യണം? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് പ്ലസ് ചെയ്യണം. ഇനി മൂന്നാമത്തെ നോക്കാം. ഫാക്ടർ കോസ്റ്റിനെ മാർക്കറ്റ് പ്രൈസ് ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്ലസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. ഇതൊരു ബോക്സിലാക്കി നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും നോക്കാനില്ല. ഇത് നമുക്ക് ഇനി ഏതൊരു ഇൻഡിക്കേറ്റർ വെച്ച് ചോദ്യങ്ങൾ അവിടെ ഇവിടെ തിരിച്ചു മറിച്ച് ചോദിച്ചാലൊക്കെ കിട്ടും. ഇനി തിരിച്ചും പറയാൻ നിങ്ങൾക്ക് പറ്റും. നെറ്റിനെ ഗ്രോസ് ആക്കണമെങ്കിൽ പ്ലസ് ഡിപ്രിസിയേഷൻ, നാഷണലിനെ ഡൊമസ്റ്റിക് ആക്കണമെങ്കിൽ മൈനസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്, മാർക്കറ്റ് പ്രൈസിനെ ഫാക്ടർ കോസ്റ്റ് ആക്കണമെങ്കിൽ മൈനസ് നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. തിരിച്ചും പറയാൻ പറ്റും. അപ്പൊ ഈ ഒരു ടേം അറിഞ്ഞു വെച്ചാൽ നമുക്ക് എന്തും പിടിക്കാൻ പറ്റും. ഓക്കെ. ഇനി പെർ ക്യാപിറ്റൽ ഇൻകം എല്ലാവർക്കും അറിയാവുന്ന ടേമാണ് പെർ ക്യാപിറ്റൽ ഇൻകം. അതായത് ഇതൊരു ആവറേജ് ആണല്ലോ. നമ്മൾ മൊത്തം ഇൻകത്തെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് എന്താ? പെർ ക്യാപിറ്റൽ നാഷണൽ ഇൻകം ഡിവൈഡ് ബൈ പോപ്പുലേഷൻ, GDP ഡിവൈഡ് ബൈ പോപ്പുലേഷൻ, NDP ഡിവൈഡ് ബൈ പോപ്പുലേഷൻ. ഇതെല്ലാം നമുക്ക് എന്തിനും പറയാം? പെർ ക്യാപിറ്റൽ ഇൻകം ആയിട്ട് പറയാൻ പറ്റും. സിമ്പിൾ അല്ലേ? എന്നാൽ ഞാനൊരു ചോദ്യങ്ങൾ മുന്നിലേക്ക് വെച്ച് തരാണ്. ഈ ചോദ്യം നോക്കിക്കേ. ഈ വർഷം നടന്ന ചോദ്യമാണ്. ഈ വർഷം നടന്നിട്ടുള്ള പ്രിലിംസിലെ ചോദ്യമാണ്. നോക്കിയേ. an increase in per capita income without an improvement in income distribution indicates. ചോദ്യം മനസ്സിലാവണം ആദ്യം. അതായത് ഇവിടെ പറയുന്നത് എന്താണ്? പെർ ക്യാപിറ്റ ഇൻകത്തിൽ വരുന്ന ഇൻക്രീസ് വിത്തൗട്ട് ആൻ ഇംപ്രൂവ്മെന്റ് ഇൻ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ. ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പം ഈ ചോദ്യത്തിലേക്ക് ഞാൻ വരുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. അതായത് ഉദാഹരണത്തിന് 10 പേരുണ്ട്. ഓക്കെ, 10 പേരുണ്ട്. അതാണ് പോപ്പുലേഷൻ എന്ന് വിചാരിക്കാം. ഓക്കെ, ഒരാളുടെ ഇൻകം 10,000 ആണ്. ഓക്കെ, അപ്പൊ 10,000 ആണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും മൊത്തം ഇൻകം എന്ന് പറഞ്ഞാൽ എത്രയാണത്? 1 lakh ആണ്. മൊത്തം ഇൻകം എന്ന് പറഞ്ഞാൽ 1 lakh ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരാളുടെ ഇൻകം കിട്ടുന്നത് നമ്മൾ എന്ത് ചെയ്താൽ മതി? പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യലാണല്ലോ. നമ്മൾ പറഞ്ഞു നാഷണൽ ഇൻകം ഡിവൈഡ് ബൈ പോപ്പുലേഷൻ ആണ്. നാഷണൽ ഇൻകം. അപ്പൊ 10,000 കിട്ടാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? 1 lakh ഡിവൈഡ് ബൈ 10 people. സോ നമുക്ക് എന്ത് കിട്ടി? ഒരാളുടെ. അപ്പോൾ ഇതാണ് നമ്മൾ പെർ ക്യാപിറ്റൽ ഇൻകം വേരിയബിൾ ആയിട്ട് കിട്ടിയുള്ളത്. ഇത് നമ്മുടെ നാഷണൽ ഇൻകം ആണ്. ഇത് നമ്മുടെ പോപ്പുലേഷൻ ആണ്. കിട്ടിയല്ലോ. നിങ്ങൾ മനസ്സിലാക്കുക, ഇതിൽ 6 ആളുകളുടെ ഇൻകം അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അതായത് 6 ആളുകളുടെ ഇൻകം, അതായത് ഒരാളുടെ 10, ഇപ്പൊ കറക്റ്റ് എല്ലാവർക്കും ഈക്വൽ ഇൻകം ആണ്. 6 ആളുടെ ഇൻകം അങ്ങനത്തെ. അപ്പൊ 6 into 10,000. ഓക്കെ, അപ്പം 60,000. ദെൻ ബാക്കിയുള്ള 4 ആളുകളുടെ ഇൻകം ഒരു 10,000 25,000 ആയിട്ട് കൂടി. പ്രൊമോഷൻ എന്തോ കിട്ടിയ ഒരു ജോലി ഭാഗമായിട്ട് 25,000 ആയിട്ട് കൂടി. അപ്പൊ 4 ആളുകൾ എന്തായി? 25,000 ആയിട്ട് കൂടി. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്തായി? ഇവിടെ നമ്മൾ എടുക്കും 1 lakhലേക്ക് വന്നു ഇവർ ഇൻകം. അപ്പൊ മൊത്തം നമുക്ക് എത്ര കിട്ടി? നമ്മുടെ ടോട്ടൽ ഇൻകം നമുക്ക് എന്താന്ന് കിട്ടി? 1,60,000 ആണ് കിട്ടി. ആണല്ലോ, 1,60,000 ആണ്. ആളുടെ എണ്ണം കൂടിയോ? ഇല്ല. 6 + 4 10 ആള് തന്നെ ഡിവൈഡ് ബൈ 10 എന്ന് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 16,000 ആണ് കിട്ടും. ഓക്കെ, അവിടെ നിങ്ങൾ നോക്കുക, ഈ 60,000 ആവറേജ് ഇൻകം ആണ് അല്ലേ? അവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ എല്ലാവർക്കും 60,000 കിട്ടിയോ? ഇല്ല. ഇവിടെ മെജോറിറ്റി ആളുകൾ കിട്ടിയ എന്ത് തന്നെയാണ്? പഴയ ഇൻകം തന്നെയാണ്. വളരെ കുറഞ്ഞ ആൾക്ക്, ഒരു 40% ആൾക്ക് മാത്രമേ എന്ത് കൂടിയിട്ടുള്ളൂ? ഇൻകത്തിൽ ഇൻക്രിമെന്റ് വന്നിട്ടുള്ളൂ. അപ്പോൾ അവിടെ പെർ ക്യാപിറ്റൽ ഇൻകത്തിൽ കൂടുതൽ വന്നു. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുക, ഇൻകം ഇപ്പോഴും കിട്ടിയ ആളുകൾ, പഴയ ആളുകൾ ഇത്രയാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, ആദ്യത്തെ പെർ ക്യാപിറ്റൽ ഇൻകം എത്ര ആയിരുന്നു? 10,000 ആണെങ്കിൽ ഇപ്പോഴത്തെ പെർ ക്യാപിറ്റൽ ഇൻകം 16,000 ആണ്. ആദ്യത്തെ 10,000 ആയിരുന്നു, ഇപ്പോഴത്തെ 16,000 ആണ്. ഇനി നമ്മൾ ബാക്കത്തെ ക്വസ്റ്റിനിലേക്ക് വരാം. ആൻ ഇൻക്രീസ് ഇൻ പെർ ക്യാപിറ്റൽ ഇൻകം, നമ്മൾ പെർ ക്യാപിറ്റൽ ഇൻകം കൂടെ 10K എന്നുള്ള എന്തായി? 16K ആയി. ആണല്ലോ. വിത്തൗട്ട് ആൻ ഇംപ്രൂവ്മെന്റ് ഇൻ ഇൻകം ഡിസ്ട്രിബ്യൂഷനിൽ ഒരു ഇംപ്രൂവ്മെന്റും ഇല്ലാതെ ഇങ്ങനെ കൂടുകയാണെങ്കിൽ, അപ്പോൾ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ തുല്യമായിട്ട് കൂടുകയാണെങ്കിൽ അത് മാറ്റം വന്നേനെ. ഇവിടെ പെർ ക്യാപിറ്റൽ കൂടിയിട്ടുണ്ട്, ഇൻകം ഡിസ്ട്രിബ്യൂഷനിൽ കാര്യമായിട്ട് മാറ്റം വന്നില്ല. ഇപ്പോഴും മെജോറിറ്റി ആൾക്ക് എന്താണ്? പഴയ ഇൻകം തന്നെയാണ്. അങ്ങനെയാണ് ഇവിടെ നോക്കുക, ഇൻക്രീസ് ഇൻ ഓവറോൾ വെൽഫെയർ സംഭവിച്ചോ? അവിടെ എന്തെങ്കിലും വെൽഫെയർ സംഭവിച്ചോ? ഇല്ല. നോ ഇമ്പാക്ട് ഓൺ വെൽഫെയർ, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല.
വൈഡനിങ് ഇൻകം ഇൻഈക്വാലിറ്റി അല്ലേ, വൈഡനിങ് ഇൻകം ഇൻഈക്വാലിറ്റി. ഇത് ഈസിയായി എത്താൻ പറ്റും, ഞാൻ അതിന്റെ ഒരു ബിഹൈൻഡ് ദ സീൻ പറഞ്ഞതാണ്. അതായത് ഇൻകം ഇൻഈക്വാലിറ്റി കൂടി വരികയാണ്. ഇനിയിപ്പോൾ ഈ പറയുന്ന 4 ആളുടെ ഇൻകം ഒരു 10 വർഷം കഴിയുമ്പോൾ അവർ 10 ലക്ഷം വാങ്ങുന്ന ആളും മറ്റു ആളുകൾ 20,000 വാങ്ങുകയാണെങ്കിലും അവിടെ എന്താ, ഇൻകം ഗ്യാപ്പ് കൂടി വരികയാണ്. അപ്പോൾ ഈ പെർ ക്യാപിറ്റ കൂടുന്നുണ്ട്, പക്ഷേ ഈ പറയുന്ന നമ്മുടെ ഡിസ്ട്രിബ്യൂഷനിൽ കാര്യമായിട്ട് ഇമ്പ്രൂവ്മെന്റ് ഇല്ലെങ്കിൽ അത് എന്തിനാ സൂചിപ്പിക്കുന്നത്, ഇൻകം ഇൻഈക്വാലിറ്റി. ഇന്ത്യയുടെ അവസ്ഥ സെയിം, ഇന്ത്യയുടെ അവസ്ഥയാണ് പറയുന്നത്, ഇൻകം ഇൻഈക്വാലിറ്റി ഇന്ത്യയിൽ കൂടുതലാണ് അല്ലേ. നമുക്കറിയാം ശതകോടീശ്വരന്മാർ ഇന്ത്യയിലുണ്ട്, ഒന്നുമില്ലാതെ ദിവസം എന്താ പറയുക ഒരു മിനിമം വേജ് പോലും കിട്ടാത്ത ആളുകൾ ഇന്ത്യയിലുണ്ട്. സോ ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് കൺസിഡർ ചെയ്യുന്നത്, നമ്മുടെ ഇന്ത്യയുടെ പെർ ക്യാപിറ്റ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്ത് കൂടുതലാണ്, ഈ പറഞ്ഞ ഇൻകം വൈഡനിങ് അല്ലെങ്കിൽ ഇൻകം ഇൻഈക്വാലിറ്റി വളരെ വളരെ കൂടുതലാണ്. സോ ഇതൊരു അപ്ലിക്കേഷൻ ലെവൽ പോലും ചോദിക്കാൻ പറ്റുന്ന ഒരു നല്ല രസമുള്ള ചോദ്യമാണ്. പെട്ടെന്ന് കത്തില്ല, പക്ഷേ ഇതൊരു പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞ ചോദ്യമാണ്. മനസ്സിലായില്ലേ, പഴയ പോലെ പെർ ക്യാപിറ്റ ഇൻകം ഈക്വൽ ടു നാഷണൽ ഇൻകം ഡിവൈഡ് പോപ്പുലേഷൻ ആ പരിപാടിയൊക്കെ നിർത്തിയിട്ടുണ്ട് പി എസ് സി ഇപ്പം ചെയ്തിട്ടുണ്ട്, കുറച്ചുകൂടി മാറി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ജി ഡി പി അറ്റ് ഫാക്ടർ കോസ്റ്റ് ഈക്വൽ ടു. ജി ഡി പി അറ്റ് ഫാക്ടർ, ഇതും 2024 ചോദ്യമാണ്. ജി ഡി പി അറ്റ് ഫാക്ടർ കോസ്റ്റ് നമ്മൾ ചോദ്യം ഇതായിരുന്നു, നമ്മൾ കണ്ടു ജി ഡി പി എഫ് സി എന്ന് പറഞ്ഞാൽ എന്താണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഇതിന്റെ ഇക്വേഷനിലേക്ക് കണ്ടെത്താണ്, ഇവിടെ കുറെ കാര്യം കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം നിങ്ങൾ നോക്കിയേ, ജി ഡി പി അറ്റ് മാർക്കറ്റ് പ്രൈസ്, 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 ഒരു മാറ്റമില്ല. അപ്പൊ നമ്മൾ ജി ഡി പി അറ്റ് മാർക്കറ്റ് പ്രൈസ് നിങ്ങൾ ചോദ്യം നോക്കണ്ട, ജി ഡി പി മാർക്കറ്റ് പ്രൈസ് നിങ്ങളുടെ കയ്യിലുണ്ട്, അതിനെ നിങ്ങൾ ഫാക്ടർ കോസ്റ്റ് ആക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, മാർക്കറ്റ് പ്രൈസ് എന്ത് ചെയ്താൽ മതി, മാർക്കറ്റ് പ്രൈസിൽ എന്തുണ്ട്, ടാക്സ് ഉണ്ട്, ടാക്സ് നമ്മൾ എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. ഓക്കെ, നെറ്റ് ഇൻഡയറക്ട് ടാക്സ്. അപ്പൊ മാർക്കറ്റ് പ്രൈസും ഫാക്ടർ കോസ്റ്റും വ്യത്യാസമാണ്. അപ്പൊ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടോ, അതെ, നമ്മുടെ ഫസ്റ്റ് ആൻസറിന് അതാണ്, ജി ഡി പി മാർക്കറ്റ് പ്രൈസ് മൈനസ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ്, അതാണ് എന്ത്, ജി ഡി പി എഫ് സി. ഇവിടെ തെറ്റിക്കാൻ വേണ്ടി നമുക്ക് ഡിപ്രിസിയേഷൻ ഉണ്ട്, അതാണ് മൈനസും പ്ലസ് ഒക്കെ മാറ്റി തന്നു. ഇവിടെയൊക്കെ നമ്മൾ തെറ്റും, കാരണം നമ്മൾ റിവിഷൻ ചെയ്യാതെ ഇത് നമ്മൾ ഒറ്റ ഒരു നോട്ടം നോക്കി പോയതിന് ബുദ്ധിമുട്ടാണ്. അപ്പം നിങ്ങൾ ആ ഡിഫറൻസ് പഠിച്ചിരിക്കുക, ഫാക്ടർ കോസ്റ്റും മാർക്കറ്റ് പ്രൈസും നമ്മൾ വ്യത്യാസം. അതേപോലെ നമ്മൾ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഗ്രോസും നെറ്റും നമ്മൾ വ്യത്യാസം, നാഷണൽ ഡൊമസ്റ്റിക് നമ്മൾ വ്യത്യാസം. ഈ വ്യത്യാസം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞെങ്കിൽ ഈസിയാണ് എന്താകാൻ പറ്റും, ഈ ഒരു നാഷണൽ ഇൻകത്തിന്റെ ഭാഗത്ത് എന്ത് ചോദ്യം വന്നാലും ഡീൽ ചെയ്യും. ഈ ചോദ്യങ്ങൾ ഇനിയും ആവർത്തിക്കും. ഇനിയും നിങ്ങൾക്ക് വരാൻ പോകുന്ന കമ്പനി ബോർഡ് ആണെങ്കിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണെങ്കിലൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഭാഗമാണ് നാഷണൽ ഇൻകം എന്ന് പറയുന്ന ഈ സ്റ്റാർട്ടിംഗ് സിലബസ് ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ എന്തായാലും ഉണ്ടായിരിക്കും. 100% ഷുവറാണ്, 100% ഷുവറാണ്. ഒരു ചോദ്യം കൂടി നമുക്ക് നോക്കാം. ചോദ്യം നോക്കിയേ, ഇത് 2025 ചോദ്യം തന്നെയാണ്, ഈ വർഷം ചോദ്യം തന്നെ, സെയിം ഈ വർഷം. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് കൺസിഡർ ഓൾസോ നോൺ ആസ് നാഷണൽ ഇൻകം. താഴെ തന്നിട്ടുള്ള ഏതാണ് നാഷണൽ ഇൻകം എന്ന് ചോദിച്ചത്. ഫസ്റ്റ് കാണുമ്പോൾ ജി ഡി പി. ഇതൊന്നും പഠിക്കാത്തവരല്ല, ജി ഡി പി നാഷണൽ ഇൻകം ആണല്ലോ, കറക്റ്റ് കൊടുക്കാൻ പറ്റും. പക്ഷേ ബാക്കിയുള്ള ആളെ നോക്കാം, ജി ഡി പിയേക്കാൾ ബെസ്റ്റ് ആരെങ്കിലും ഉണ്ടോ നോക്കാം. അടുത്ത കൊടുക്കുന്നത് ജി എൻ പി. ജി ഡി പി എന്നാൽ ജി എൻ പി അല്ലേ കുറച്ചുകൂടി നല്ലതായിട്ടുള്ളത്. അവൻ ഈ ജി എൻ പിയുടെ ആരും ഉണ്ടോ. ഇവിടെ പറയുന്നു നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ് പേഴ്സണൽ ഇൻകം. നമുക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ഞാൻ ഓൾറെഡി പറഞ്ഞു പ്യൂറസ്റ്റ് ഫോം പലവട്ടം പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ഫിൽട്ടർ ചെയ്ത് കിട്ടില്ല. അവസാനത്തെ വളരെ പ്യൂർ ആയിട്ടുള്ള ഫോം എന്ന് പറയുന്നത് ഏതെന്നാണ്, NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് തന്നെയാണ്. NNP FC ആണെന്ന് അറിഞ്ഞിരിക്കുക. സോ അതാണ് നമ്മൾ പ്യൂറസ്റ്റ് ഫോം നാഷണൽ ഇൻകം. ഈ 2 ചോദ്യം ഞാൻ ഇപ്പോൾ കാണിച്ചതിൽ 2 ചോദ്യങ്ങൾ വന്നത് ഈ വർഷത്തെ പ്രിലിമിനറി എക്സാമിന് വന്ന ചോദ്യങ്ങളാണ്. ഇത് ഇനിയും ആവർത്തിക്കും. നിങ്ങൾ ഇനി 2024, 2023, 2022 ചോദ്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നാഷണൽ ഇൻകമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ഒന്നിൽ കൂടുതൽ ചോദ്യം നിർബന്ധമായിട്ട് കാണാൻ പറ്റും. നിങ്ങൾ ജസ്റ്റ് PYQs അനലൈസ് ചെയ്യുക. ഇനിയും നമ്മുടെ ഈ ഒരു സെഷൻ ഇതായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊരു തുടക്കം മാത്രമാണ്. ഞാൻ ഇനിയും ഫോക്കസ് ഏരിയ ആയിട്ട് നിങ്ങളെ മുന്നിലേക്ക് വരും, ഇനിയും PYQs ആയിട്ട് മുന്നിലേക്ക് വരും. ഓരോ കോൺസെപ്റ്റും നമ്മൾ ക്ലിയർ ആയിട്ട് മുന്നോട്ട്. നിങ്ങൾ കറക്റ്റ് ചാനൽ ഫോളോ ചെയ്യുക, ചാനൽ വരുന്ന അപ്ഡേഷൻ നോക്കുക. കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടും, ഈ ഒരു ഭാഗം കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും. നമുക്ക് സിലബസ് ഒന്ന് പരിചയപ്പെടാം. സിലബസ് നോക്കിയേ, ഞാനിപ്പം പറഞ്ഞ ഒരു ഭാഗം ഈ നാഷണൽ ഇൻകം പെർ ക്യാപിറ്റൽ, ഈ 2 കോൺസെപ്റ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിന് ഞാൻ ഇത്രയും കോൺസെപ്റ്റ് പറഞ്ഞിട്ടുള്ളൂ. നാഷണൽ ഇൻകം അതുപോലെ പെർ ക്യാപിറ്റൽ ഇൻകം എന്ന ഭാഗം. അപ്പോൾ ഈ നാഷണൽ ഇൻകം പെർ ക്യാപിറ്റൽ ഇൻകത്തിൽ ഇത്രയും കാര്യങ്ങളുണ്ട്. ഇതൊരു ഫോക്കസ് ഏരിയ ആണ്. ഇനി ഞാനിങ്ങനെ പെന്ന് വെച്ച് എനിക്ക് കിട്ടാവുന്ന കുറേ ഏരിയയാണ്. ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ ഇതാ ഇന്ത്യൻ എക്കണോമിക് പ്ലാനിംഗ് 5 ഇയർ പ്ലാൻസ്, നീതി ആയോഗ്. ഇതൊരു സെറ്റാണ്. ചോദ്യം ആവർത്തിച്ച് വരുന്ന ഭാഗമാണ്. അതേപോലെ നമുക്കുള്ള ഒരു ഭാഗമാണ് ഇത്. ഈ പറഞ്ഞ റിസർവ് ബാങ്കിന്റെ കുറച്ച് പ്രധാനപ്പെട്ട ടൂൾസും ഫങ്ഷൻസ് ഒക്കെ ഉണ്ട്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് പറയാൻ പറ്റും ഈ പറയുന്ന നമ്മുടെ ബജറ്റായിട്ട് ബന്ധപ്പെട്ട പബ്ലിക് റവന്യൂ, ബജറ്റ്, ഈ ഒരു ഭാഗം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫോക്കസ് ഏരിയ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ സിലബസിൽ ഊന്നൽ കൂടെ നമുക്ക് ഹെഡിങ് മാത്രം കാണാൻ പറ്റും. ഞാൻ ഈ കുഴിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഡെപ്ത് ഉള്ള കാര്യങ്ങൾ കിട്ടും. ഇനി ഞാൻ ഈ പറഞ്ഞ 5 പ്ലാൻസും പ്ലാനിംഗ് കമ്മീഷനും നീതി ആയോഗ്, ഇത് 3 ഒരുപോലെ പഠിക്കുക. കാരണം കമ്പാരിസൺ വരാറുണ്ട്, അതേപോലെ ഓരോരോ പ്ലാനിന്റെ ടാർഗറ്റുകൾ വരാറുണ്ട്,
ഫോക്കസുകൾ വരാറുണ്ട്, ഇയേഴ്സ് വരാറുണ്ട്. അതുകൊണ്ട് ആ തരത്തിൽ നമ്മൾ ക്ലാസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എക്കണോമിക്സിൽ 5-ൽ 5 മാർക്ക് ഞാൻ സെറ്റാക്കി തരും. നിങ്ങൾ കറക്റ്റ് ഫോളോ ചെയ്യുക, ഡൗട്ട്സുകളും ക്ലിയർ ചെയ്യുക. എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ നിങ്ങൾ വരാനിരിക്കുന്ന എക്സാം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വർഷം തന്നെ നമുക്ക് എന്താക്കാൻ പറ്റും, പിടിക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. സോ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.